കൗതുകം കൊണ്ട് ചോദിക്കുന്നതാണ്. നിങ്ങൾക്ക് കൗതുകം അല്ലെങ്കിൽ ഇച്ചിരി കൂടുതലാണല്ലോ. ഈ ഒരേ പാറ്റേണിലുള്ള ഡ്രസ്സ് അതൊക്കെ സാധാരണ കപ്പിൾ ഇടുന്നതാണല്ലോ. അതെ അതെ അതെ. അതെങ്ങനെ സംഭവിച്ചപ്പോ? അതാണ് ഞാൻ പറഞ്ഞത്, മുകളിലൊരു ബോണ്ടിങ് ഉണ്ടല്ലോ. മിക്കവാറും എവിടെയെങ്കിലും പോകാൻ വേണ്ടി ഞാൻ എന്തെങ്കിലും എടുത്തിട്ട് ഇറങ്ങുമ്പോൾ നോക്കുമ്പോൾ ഇവള് അതന്നെ ഇട്ടിട്ട് വന്നിട്ടുണ്ടാവും. അതേ കളറിന് ഏകദേശം അതേ കളറും മാച്ചിങ് ആയിട്ടുള്ള. അത് പറഞ്ഞിട്ട് ചെയ്യുന്നതല്ല, ചിലപ്പോൾ അതൊക്കെ അങ്ങനെ ആവും. അന്നത്തെ വൈറ്റ് ആൻഡ് ഡെനിം, വൈറ്റ് ആൻഡ് ഡെനിം അത് രണ്ടാളും വൈറ്റ് പറഞ്ഞിട്ടിട്ടാണ്, എനിക്ക് ഓർമ്മയില്ല. പക്ഷേ അതിനായിട്ടിട്ടായിട്ട് സാധ്യതയില്ല, അങ്ങനെ വന്നു പോയതായിരിക്കും. മിക്കവാറും ഓട്ടോമാറ്റിക്കായിട്ട് വരാറുണ്ട്. ചിലപ്പോഴൊക്കെ പറഞ്ഞിടും, ചില സ്ഥലത്തൊക്കെ പോകുമ്പോൾ പറഞ്ഞിട്ടിടും. എൻ്റെ ഒരു അവാർഡിൻ്റെ ഇതിന് പോകുമ്പോഴോ പറഞ്ഞിട്ട് നമുക്ക് ഒന്നിച്ച് പോകുന്നുണ്ട്, നമുക്ക് ഏകദേശം മാച്ചിങ് ഇടാം, വിളിവിടാം, അങ്ങനെ അത് പറഞ്ഞിട്ട് ഇട്ടിട്ട് പോയിരുന്നു. അല്ലാതെ മിക്കവാറും ഒക്കെ ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതാണ്. എന്താ എന്നുള്ള മനുഷ്യന് എത്ര ഇഷ്ടം? ഒരു ക്വാളിറ്റി ഉണ്ടാവുമല്ലോ. ക്വാളിറ്റി ഉണ്ട്, നല്ല ക്വാളിറ്റി ഉള്ള ഒരു കുട്ടിയാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ സത്യസന്ധത ഉണ്ടാവും ചില ആളുകൾക്ക്, എന്ത് ഉൾക്കൊള്ളാനുള്ളൊരു കഴിവുണ്ടാവും, ചിലപ്പോൾ ക്ഷമാശീലം ഉണ്ടാവും. അങ്ങനെ എന്താ അമ്മേനെ എത്ര ഇഷ്ടം? മെയിനായിട്ടുള്ള ക്ഷമാശീലം സമ്മതിക്കണം. എന്ന് വെച്ചാൽ എന്നെ സഹിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ്. മേ ബി അതൊക്കെ കൊണ്ടായിരിക്കും ഞാൻ ഡിവോഴ്സ് ആയിട്ടുണ്ടാവുക. എന്നെ സഹിക്കുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി പാടാണ്. ഞാൻ ഇച്ചിരി ഒരു സൈക്കോ ടൈപ്പ് ഒരാളായിട്ടാണ് പുറമേ ഉള്ളവർ കാണുന്നതും. ഒരു ഏറെക്കുറെ അതിൻ്റെയൊക്കെ ഒരു വശങ്ങൾ നമ്മളതിലും ഉണ്ട് എന്നാണ് എൻ്റെ ഒരു ചിന്ത. ഒന്ന് ഈ എന്തുണ്ടെങ്കിലും മുഖത്ത് നോക്കി പറയുന്നൊരു സ്വഭാവം. അത് ആരെന്ത് പറയുന്നു അതിനെക്കൊണ്ട് എനിക്ക് ശത്രുക്കൾ ഉണ്ടാവുമോ എന്നൊന്നും ഞാൻ ചിന്തിക്കാറില്ല. ഇങ്ങനെ പറയുന്നൊരു സ്വഭാവം എനിക്കുണ്ട്. പിന്നെ എന്ത് കണ്ടു കഴിഞ്ഞാലും ഒപ്പം തന്നെ പ്രതികരിക്കും ഇങ്ങനെ. പക്ഷേ എന്നെ സഹിക്കാൻ ഇച്ചിരി പാടാണ്. ആ സഹനശക്തി വേണ്ടുവോളം കിട്ടിയിട്ടുള്ളൊരു കുട്ടിയാണ് അമ്മയെ. ഇത് ഈ പറഞ്ഞത് നമ്മൾ കൊണ്ടുപോയി കല്യാണം കഴിക്കുക പിടിക്കുക എന്നുള്ളതല്ല. ഞാൻ പറയുന്നത് ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ബോണ്ടിങ്ങാണ് ഞാൻ പറയുന്നത്. നമുക്ക് പരസ്പരം മനസ്സിലാക്കുക. ഇപ്പം ബ്രോൻ ഉണ്ടാവില്ല, വിഷ്ണു ഉണ്ടാവില്ല, ഒരു സുഹൃത്ത്, ഒരു പെൺ സുഹൃത്ത് ഉണ്ടാവും, ഇല്ലേ? നമ്മൾ എന്തും പറയാൻ പറ്റുന്ന ഒരു ഫ്രണ്ട്, എപ്പോഴും വിളിക്കാൻ പറ്റുന്ന, വേറെ ആരുടെ പറയാൻ പറ്റാത്ത കാര്യങ്ങൾ അതിപ്പം ഇച്ചിരി ആണെങ്കിൽ പോലും പറയാം സ്വാതന്ത്ര്യം എന്ന് വെച്ചിട്ട് അവർ തമ്മിൽ അങ്ങനെ മോശം റിലേഷൻഷിപ്പ് ഉണ്ടാവണമെന്നില്ല. അത് പറയാൻ പറ്റുന്ന ഒരു ചങ്ക് ഉണ്ടാവില്ലേ, അങ്ങനെ ഒരു ചങ്കാണ് അവൾ. എനിക്ക് അവ വന്ന് എനിക്ക് മാറ്റങ്ങൾ ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഞാൻ 3 വർഷത്തോളം, ഞാൻ പറഞ്ഞില്ല 2 വർഷത്തോളം ഞാനിങ്ങനെ ഒറ്റപ്പെട്ട് അതിൽ നിന്ന് വീണ്ടും കുറച്ച് ചിരിക്കാനും കളിക്കാനും ബാക്കിയുള്ളവരോടും മിങ്കിൾ ചെയ്യുമ്പോൾ കുറച്ചും കൂടി നമ്മൾ ആ ഒരു സ്വഭാവങ്ങളൊക്കെ മാറ്റിയെടുത്ത് പോകാനും സഹായിച്ചത് അവൾ തന്നെ. പക്ഷേ ജിഷൻ, ഇപ്പം നമ്മൾ ആളുകളാൽ ശ്രദ്ധിക്കപ്പെടുന്ന ആളാണ്, നമ്മളൊരു സെലിബ്രിറ്റിയാണ്. ഒരാളോട്, അതായത് കൂടെയുള്ളൊരു സെലിബ്രിറ്റിയോട് ഇത് തുറന്നു പറയാൻ നമ്മളെ തടയുന്ന കുറേ കാര്യങ്ങളുണ്ടാവും. നമ്മൾ ഈ കാര്യം അറിഞ്ഞാൽ ഇവരെ നമ്മളെ ജഡ്ജ് ചെയ്യോ, അല്ലെങ്കിൽ ഇതൊക്കെ നമ്മളവിടെ തുറന്നു പറയണം. ആ കാര്യം എങ്ങനെയാണ് അമ്മയിൽ ക്രാക്കായത്? ഇത്രയും പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം, അവർ നമ്മളെ ഉൾക്കൊള്ളും, നമ്മളെന്താണോ അങ്ങനെ ഉൾക്കൊള്ളും, അങ്ങനെ അത് ആ സമയം ഓർമ്മയുണ്ടോ? സമയം ആദ്യം നമ്മൾ പരിചയപ്പെടുന്നത് അവളോട് പറഞ്ഞത്, പണ്ട് എപ്പോഴും പൂക്കാലം പരമായി സീരിയൽ ചെയ്യുന്ന സമയത്ത് ആ ചേട്ടൻ ഉള്ളപ്പോൾ ഒരു ലൊക്കേഷനിൽ ഞാൻ പറഞ്ഞ എനിക്ക് ഓർമ്മയില്ല. സാധാരണത്തിൽ ഞാൻ വായി നോക്കേണ്ടതാണ്, ഞാൻ പറഞ്ഞ എനിക്ക് ഓർമ്മയില്ല. പക്ഷേ നമ്മൾ പിന്നെ നമ്മൾ പരിചയപ്പെടുന്നത് കന്യാദാനം എന്ന് പറയുന്ന ലൊക്കേഷനിൽ ദേവൻ ചേട്ടൻ ഉണ്ടായിരുന്നു കന്യാദാനം. അതിൽ ദിവ്യദർശൻ എന്ന് വെച്ചാൽ കാളിദാസ കലാകേന്ദ്രയുടെ പിന്നെ സന്ധ്യ ചേച്ചി രാജേന്ദ്രൻ്റെ മോഹൻ ദിവ്യദർശനായിരുന്നു അന്നേരം ഡയറക്റ്റ് ചെയ്തോട്ടുണ്ട്. അപ്പം ദിവ്യദർശനും ഇവളും പ്രണയവർണ്ണങ്ങൾ എന്ന് പറയുന്ന കെ രാജുവിൻ്റെ സീരിയലിൽ അവർ പെയറായിട്ട് ചെയ്തതാണ്. അപ്പോൾ അവർ ഭയങ്കര സുഹൃത്തുക്കളാണ്, ഭയങ്കര ചങ്ക് ഫ്രണ്ട്സ്, എടാ പോടാ വിളിയാണ്. അപ്പം ദിവ്യന് ഇതിലൊരു പോലീസ് ക്യാരക്ടർ വന്നപ്പം എന്നെ പിടിച്ചോണ്ട്, എൻ്റെ ക്യാരക്ടർ വിനയൻ എന്ന് പറയുന്ന ക്യാരക്ടറിനെ പിടിച്ചുകൊണ്ട് പോകുന്ന ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു ഗസ്റ്റ് റോൾ പോലെ ഒരു പോലീസ് ഓഫീസറായിട്ട് ചെയ്യാൻ വേണ്ടിയാണ് അവൾ വന്നത്. അപ്പോൾ വന്ന് ഫസ്റ്റ് ദിവസം ഇങ്ങനെ കണ്ടപ്പോൾ തന്നെ അപ്പം ഞാൻ ഈ ഒരു പരാതി അല്ലെങ്കിൽ എൻ്റെ പെറ്റീഷൻ കൊടുക്കുന്നുണ്ട്. ആ പെറ്റീഷൻ കാണിച്ചിട്ട് അത് വായിച്ച് നോക്കുന്നുണ്ട് ഇവൾ. അപ്പോൾ ആദ്യമായിട്ടാണ് എന്നെ പരിചയപ്പെടുന്നത്. ഇതിന് ശേഷം ഇതൊക്കെ കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇവൾ പറഞ്ഞത്, മണിമുത്ത് എന്ന് പറയുന്ന ഞാൻ മനോരമ ചെയ്തുകൊണ്ടിരുന്ന സീരിയലിൽ എൻ്റെ പേരായിട്ട് ഇവളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ജിഷനാണ് കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ കുറേ പേര് പറഞ്ഞത് അല്ലാതെയാണ് എൻ്റെ ചീത്തപ്പേര് കാരണം ക്യാരക്ടർ ഒഴിവാക്കിയവളാണ് ഇവൾ. ഏത് എൻ്റെ പേരായിട്ടുള്ള ക്യാരക്ടർ മണിമുത്തിൽ ഒഴിവാക്കിയവളാണ്. ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഓൾറെഡി ഒരു ലൊക്കേഷനിൽ ഇവൾ എൻ്റെ എക്സുമായിട്ട് ഒന്നിച്ച് വർക്ക് ചെയ്യുന്ന സ്ഥലത്താണ്. അവിടെ നിന്ന് എന്നെപ്പറ്റി കുറേ കേട്ടിട്ട് തന്നെയാണ് ഇവിടെ വന്നത്. ഓക്കെ, ഗസ്റ്റ് റോളല്ലേ, വന്ന് ചെയ്തിട്ട് പോകാം. അപ്പോൾ വന്ന് ഫസ്റ്റ് ഞാൻ പെറ്റീഷൻ കൊടുക്കുന്നത്. അപ്പോൾ പെറ്റീഷൻ എഴുതാൻ വേണ്ടി ആർട്ടുകാർ പേപ്പർ തന്നിട്ടായിരുന്നു. അപ്പോൾ പെറ്റീഷനൊന്നും എഴുതിയില്ല, ഇവന്മാർ വെറുതെ പറഞ്ഞു. ഞാൻ ഇത് വെള്ളക്കടലാസിലാണ് അവിടെ പെറ്റീഷൻ കൊടുക്കുന്നത്, അത് വായിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ വല്ല ഷോട്ടും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുക, ചേട്ടൻ നിങ്ങൾ എഴുതി. ഞാൻ എഴുതി വെച്ച് പൊന്നു മാഡം
എന്നെ നിങ്ങൾ അറസ്റ്റ് ചെയ്യണം, നിങ്ങളാണ് അറസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ഞാൻ മനസ്സാ ഇത് ഭരിക്കും എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ സൂപ്പറാണ്, ഇടയ്ക്കിടയ്ക്ക് ഞാൻ പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് നിങ്ങളെ കണ്ടോട്ടെ എന്ന് വെച്ചാൽ കോഴിത്തരം. ഞാൻ എഴുതി തമാശക്ക് അത് വായിച്ച്. അപ്പോൾ ദിവ്യനൊക്കെ അത് വായിച്ച് ദിവ്യൊക്കെ ചിരിക്കുന്നുണ്ടായിരുന്നു, അവിടെ വെച്ച് കൊടുത്തു. പക്ഷേ ഇവൾ അന്നേരം അത് വായിച്ചില്ല കേട്ടോ. അയാൾ പിന്നെ ഇത് കഴിഞ്ഞ് ഷോട്ടിൽ ഇതെടുത്ത് പെറ്റീഷൻ ഇങ്ങനെ വായിക്കുന്ന പോലെ അഭിനയിക്കുകയാണല്ലോ, വായിക്കുന്നൊന്നുമില്ല ഇങ്ങനെ പറയൂ എന്ന് പറഞ്ഞിട്ട് ഡയലോഗ്. ഇത് കഴിഞ്ഞ പാടെ ഞാൻ ചോദിച്ചു, അല്ല അത് പെറ്റീഷൻ വായിച്ചില്ലേ? ഇല്ല ഏട്ടാ, എന്താണ്? വായിച്ചു നോക്കിയിട്ടാണ് ഇവൾ ചിരിക്കുന്നത്. പിന്നെയാണ് അവളത് വായിക്കുന്നത്. അപ്പോൾ അവൾക്ക് ആദ്യമേ ഒരു സൂചന അവിടെ നിന്ന് കൊടുത്തിരുന്നത്, ജിസ്നാണ് അവിടെ ഇരിക്കുന്നത്, ഇവർ എന്തെങ്കിലും കുത്തിത്തിരിപ്പ് എന്തെങ്കിലും ഒരു പണി കൊടുക്കും, പുതിയതായിട്ട് വരുന്നതൊക്കെ നമ്മൾ ചെറിയൊരു റാങ്ക് പോലെ എന്തെങ്കിലും പരിപാടി കൊടുക്കും. അപ്പം അതിൽ വീഴുന്ന ഞാൻ വിചാരിച്ച, പക്ഷേ വീണില്ല. അത് ലൊക്കേഷനിലുണ്ടാകുന്ന കുറേ ഫണ്ണി സാധനങ്ങളാണ്. ഓരോരുത്തർക്ക് ആദ്യമായിട്ട് അഭിനയിക്കാൻ വരുന്നവരെ നമ്മൾ വെറുതെ ഒന്ന് ഇതാക്കി വിടും, പേടിപ്പിച്ചു. പേടിപ്പിക്കലല്ല, എന്തെങ്കിലും അവരെ തെറ്റിപ്പിക്കും. ചേട്ടാ അവിടെ പോയിട്ട് കാലോട്ട് വന്നിക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ പോയി കാലോട്ട്, അപ്പോൾ ഡയറക്റ്റ് ചേട്ടാ എന്തിനാണ് കാലോട്ട് വന്നിക്കുന്നത്? അപ്പോൾ നമുക്ക് കണ്ട് ചിരിക്കുക, ഒരു ചെറിയ ചെറിയ ഫണ്ണി കുസൃതികൾ അങ്ങനെയുള്ള ഒരു സാധനം ചെയ്ത്. അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ പരിചയപ്പെടുന്നത്. അങ്ങനെയാണ് നമ്മൾ പരിചയപ്പെടുന്നത്. ഫസ്റ്റ് നമ്മൾ പരിചയപ്പെടുന്നത് അവിടെ നിന്നാണ്. പിന്നെ നമ്മൾ വാങ്ങി നമ്മളിങ്ങനെ മെസ്സേജൊക്കെ അയച്ച് ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു ബോണ്ടിങ് ആയി വന്ന്. പിന്നെയാണ് ട്രിപ്പുകളെ പറ്റി. അങ്ങനെ നമ്മൾ ഒരു ട്രിപ്പൊക്കെ പോയി. എവിടേക്കാണ് ആദ്യ യാത്ര പോയത്? അവൾ ആദ്യം ഒരു ഇടുക്കിയിൽ നമ്മുടെ എൻ്റെ ഭാര്യയായിട്ട് അതിൽ അഭിനയിക്കുന്ന ഐശ്വര്യ. അപ്പോൾ ഇവള് കുറച്ച് ഡയറക്ഷൻ പരിപാടി ഒക്കെ കൂടിയുണ്ട്. എന്ന് വെച്ചാൽ ഓരോ റിസോർട്ടുകളും ഒക്കെ ആയിട്ടുള്ള ടൈപ്പിൽ കൊളാബും കാര്യങ്ങൾ. അപ്പോൾ ആർട്ടിസ്റ്റുകൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഭാര്യയായിട്ട് അഭിനയിക്കുന്ന ഐശ്വര്യ അപ്പം റീസെൻ്റ്ലി കല്യാണം കഴിഞ്ഞതാണ്. അപ്പോൾ ഐശ്വര്യയും ഭർത്താവിനും കൂടി അവിടെ ഒരു ഇത് കൊടുത്തിട്ട് അത് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ 4 പേരും കൂടി അവിടെ ഇടുക്കിയിൽ ഒരു റിസോർട്ടിൽ അതിന് വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചും കൂടി ബോണ്ടിങ് ആയി. അത് കഴിഞ്ഞിട്ട് എൻ്റെ ചേട്ടന് സുഖമില്ലായിരുന്നു. ചേട്ടൻ്റെ ഒരു വിഷമഘട്ടങ്ങൾ, അദ്ദേഹത്തിന് വയ്യാതായിരുന്നു, ഇപ്പം മരിച്ചു. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് പ്രഷറിലുണ്ടായിരുന്ന ഒരു അവസ്ഥയായിരുന്നു. അവൻ ബാംഗ്ലൂരായിരുന്നു, അവിടെ ആരും നോക്കാനില്ലായിരുന്നു. എനിക്കാണെങ്കിൽ ഇവിടുന്ന് പോകാൻ പറ്റുന്ന അവസ്ഥയായിരുന്നില്ല. അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനിലൊക്കെ അവൾ കുറേ കൂടെ വന്നിട്ടുണ്ട്, കുറേ ആശ്വസിപ്പിച്ചിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് നമ്മൾ ടെൻഷൻ അടിച്ച് പ്രഷർ കണ്ടത് എനിക്ക് ലൈറ്റാക്കി തന്നിട്ടുണ്ടായിരുന്നു അവൾ. അപ്പോൾ അങ്ങനെയുള്ള കുറേ സിറ്റുവേഷൻസുകളിൽ നമുക്ക് മനസ്സിലാക്കിയെടുക്കുന്നതാണ്. ഓരോരോ സിറ്റുവേഷൻ വരുമ്പോഴാണല്ലോ നമുക്ക് മനസ്സിലാവുക ഈ ഘട്ടങ്ങളിൽ നമ്മളെ കൂടെ നിൽക്കുന്ന ആരൊക്കെ ഉണ്ടാവുന്നുള്ളത്. ചിലപ്പം നമ്മളെ സന്തോഷത്തിനും കള്ളുപിടിക്കാനും വലിക്കാനും പിടിക്കാനൊക്കെ കുറേ പേര് നിന്ന് വരും. പക്ഷേ നമുക്കൊരു വിഷമഘട്ടം വരുമ്പം ഒരാളെടുക്ക് വിളിച്ചിടാ അളിയ ഒരു 1000 രൂപ അയക്കാണ്ടോ, ഇല്ല അളിയ എൻ്റെ ഇപ്പോൾ അത് അവിടെ കൊടുത്തു തീർത്തേ ഉള്ളൂ എന്ന് പറയുന്ന കൂട്ടുകാരാണ് നമുക്ക് പലർക്കും കണ്ടിട്ടുള്ളത്. പക്ഷേ അങ്ങനെയല്ല, പൈസൻ്റെ അല്ല ഞാൻ പറഞ്ഞത്, മൊത്തത്തിൽ നമ്മൾ കൂടെ നിൽക്കുക എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, മോറൽ സപ്പോർട്ട് എന്ന് പറഞ്ഞൊരു കാര്യം, അത് ഭയങ്കരമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഒന്ന് ഭയങ്കര ദൈവവിശ്വാസം ഞാൻ പറഞ്ഞില്ലേ, കൃഷ്ണഭക്തയാണ്. അപ്പം അത് തന്നെ ഞാൻ വല്ലപ്പോഴും അമ്പലത്തിൽ പോകുന്ന നിരീശ്വരവാദിയല്ല, ദൈവവിശ്വാസിയാണ്. പക്ഷേ എന്ന് വെച്ച് എപ്പോഴും അമ്പലത്തിൽ കയറി നിരക്കുന്ന ഒരാളല്ല ഞാൻ. പക്ഷേ അമ്പലത്തിൽ പോകാൻ ഇഷ്ടമാണ്, ആ ഒരു പോസിറ്റീവ് എനർജി ഇഷ്ടമാണ്. അത് അമ്പലത്തിലായാലും പള്ളിയിൽ ഞാൻ പോകാറുണ്ട്. പള്ളിയിലായാലും ആ ഒരു ആംബിയൻസ്. അതിഭീകര വിശ്വാസിയുമല്ല, വിശ്വാസമാണ്, ദൈവവിശ്വാസിയാണ്. വീട്ടിൽ വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നവനാണ്. അതൊക്കെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ അതൊക്കെ കുറച്ചും കൂടി എന്ന് വെച്ചാൽ നമ്മളിലല്ല എല്ലാം ഉള്ളത്. നമ്മൾ കുറച്ചും കൂടി ദൈവവിശ്വാസം സ്പിരിച്വലായി കഴിഞ്ഞാൽ കുറേ നെഗറ്റീവ് എനർജി നമ്മളെ വിട്ടു പോകും. അതുവരെ ഞാൻ ഫുൾ നെഗറ്റീവായിരുന്നു. നെഗറ്റീവ് ഓളി എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു നെഗറ്റീവ് ഓളി പറയില്ല, ഞാൻ വെറുപ്പിക്കും, വെറുതെ എന്തെങ്കിലും പറഞ്ഞ് വെറുപ്പിക്കുന്നു വെച്ചാൽ ഉള്ളിൽ ഇതൊക്കെയല്ലേ പോകുന്നത്. ഈ പറയുന്ന ലഹരി വസ്തുക്കളും കാര്യങ്ങളൊക്കെ പോകുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നെഗറ്റീവ്, നമ്മൾ അമ്പലമില്ല, പള്ളിയില്ല, പോസിറ്റീവായിട്ടുള്ളൊരു കാര്യങ്ങളില്ല. അപ്പം ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ നെഗറ്റീവിൻ്റെ അങ്ങേറ്റത്തോട് നശിച്ചു കൊണ്ടിരിക്കുമായിരുന്നു.